റിയലിസ്റ്റിക് ട്രാവലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാറിലോട്ട് വന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ സൈറ്റ് സീനിങ്ങിനായിട്ട് ഒരു പുതിയ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്, അതായത് KSRTCയുടെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഡബിൾ ഡെക്കർ ബസ് ഫുള്ളി ഗ്ലാസ് ആയിട്ട്, ഫുള്ളല്ല, ഒരു ഓൾമോസ്റ്റ് ഗ്ലാസ് റൂഫൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഗ്ലാസ് ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ മാസം നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുഗതാഗത മന്ത്രിയായിട്ട് ഗണേഷ് കുമാറായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ വളരെ വൈബുള്ള ഈ മൂന്നാറിലെ യാത്രകൾ ചെയ്യാൻ പറ്റിയ ഒരു വ്യത്യസ്തമായ വഴിയാണ്. ഒരുപാട് സൈറ്റ് സീനിങ്ങിന് ഒരുപാട് സ്ഥലങ്ങളിൽ മൂന്നാർ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുതിയ സംരംഭം അല്ലെങ്കിൽ ഈ ഒരു പുതിയ കാഴ്ചയിലൂടെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ മേളിൽ കൂടി ഇരുന്നിട്ടുള്ള ഒരു കാഴ്ച നല്ല മനോഹരമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ വന്നതാണ്. മിന്നൽ ബസ്സിനാണ് വന്നത്. 11:15 തിരുവനന്തപുരം മൂന്നാർ മിന്നൽ ബസ്സിൽ വന്നു. രാവിലെ 7 മണിയായപ്പോൾ എത്തി. 5:45 ബസ്സായിരുന്നു, 7 മണിക്ക് എത്തി. ഞാൻ ഈ സൈഡ് സീനിങ്ങിനായിട്ടുള്ള റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ബുക്ക് ചെയ്തത് 7 മണിക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. വെച്ചാൽ നല്ല ക്ലൈമറ്റ് കുറച്ച് തണുപ്പായതുകൊണ്ട് 7 മണിക്കുള്ള യാത്ര അതൊരു ഷെഡ്യൂൾ മാറ്റി 9 മണിക്കാക്കിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അത് തന്നെയാണ്. നല്ല അടിപൊളി തണുപ്പാണ്, മരം കോച്ചുന്ന തണുപ്പാണ്, കൈയൊക്കെ ഒരു കൊച്ചി പിടിക്കുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റുള്ള മൂന്നാറിലെ കുറച്ചുള്ള കാഴ്ചകളാണ്. വ്യത്യസ്തമായ നമ്മളെ ഈ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിന്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നല്ല ആകാശപരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു വീഡിയോ ആയിരിക്കും. അപ്പം കീപ് വാച്ച് ഇറ്റ്. അപ്പം സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് അടിക്കണം, ലൈക്ക്, ഷെയർ, കമന്റ്. ഞാൻ എന്തെങ്കിലും മാറ്റാൻ വരുത്താനോ എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകൾ മൂന്നാർ വന്നിട്ട് നിങ്ങൾ ഇതുപോലും കണ്ടില്ലല്ലോ എന്ന് പറയാനുണ്ടെങ്കിൽ, അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ പ്ലീസ് കമന്റ്. അപ്പോൾ രാവിലെ ഇപ്പം 7 മണി 7:30 ആയിട്ടേ ഉള്ളൂ. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മൂന്നാറിൽ വന്നിട്ട് മൂന്നാറിൻ്റെ ഇവിടുത്തെ ലോക്കൽ കടയിൽ പോയിട്ട് ചായ കുടിക്കണം. അടിപൊളി ഫീലാണ്. അപ്പോൾ ചായ കുടിച്ച് ബ്രേക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാപ്പ് റോഡാണ്. ഗ്യാപ്പ് റോഡ് വഴി പോയിട്ട് ആനയിറങ്കൽ ഡാം വരെയാണെന്നുള്ളതാണ് എനിക്ക് വാർത്തകളിലൊക്കെ അറിയാൻ കഴിഞ്ഞത്. പിന്നെയുള്ളൊരു അതൊരു സോഷ്യലിയും എന്താ പറയുക രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബസ് ഇനാഗ്രേഷന് വന്ന ഗണേഷ് കുമാറിനെ ഇവിടുത്തെ ടാക്സി ഓട്ടോ ഡ്രൈവർമാരൊക്കെ ചേർന്ന് അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർമാർ ചേർന്ന് കരിങ്കൊടി കാണിച്ചു. അതിനെ തുടർന്ന് പുള്ളി RTOക്ക് നിർദ്ദേശം കൊടുത്തു, ഇവിടെ ടാക്സി പ്രവർത്തിക്കുന്നത് പ്രോപ്പർലി ആണോ എന്നുള്ള രീതിയിലുള്ള ഞാൻ മൂന്നാറിലെ ഒരുപാട് ടാക്സികളെ അവർ ചെക്ക് ചെയ്തു. RTO ചെക്കിങ്ങിൽ എത്രയും ലക്ഷം രൂപയുടെ പിഴ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ 100 കണക്കിന് വണ്ടികൾക്ക് ഇൻഷുറൻസ് ഇല്ല, 100 കണക്കിന് വണ്ടികൾക്ക് ഫിറ്റ്നസ് ഇല്ല. ഇതേപോലത്തെ നല്ലൊരു മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസ് ഇവർ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ ടാക്സി ഡ്രൈവർമാരോടത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരടുത്തോ എനിക്ക് പേഴ്സണലി ഞാനൊരു ഡ്രൈവർ ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഈ ഒരു 60 സീറ്റ് ബസ് ഇറക്കിയെന്ന് പറഞ്ഞിട്ട് ഇവർ കരിങ്കൊടി കാണിച്ചത് തന്നെ ഈ 60 സീറ്റ് ബസ് മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റത്തിട്ട് അടിക്കുന്ന ഒരു ഏർപ്പാടായി പോകും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ ആൾക്കാർക്ക് കാണാൻ കഴിയുമല്ലോ. ഇവിടെ തന്നെ ഇപ്പോൾ ബുക്ക് ചെയ്യാൻ വന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരൊക്കെ ടോപ്പ് സ്റ്റേഷൻ പോകുന്ന യാത്രയാണ് സെലക്ട് ചെയ്തത്. ഈ ബസ്സല്ല. ഞാനിപ്പോൾ അവിടെ നിന്നപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനിലെ ടിക്കറ്റ് എൻ്റെ KSRTC ന്യൂ ആപ്പിലും KSRTC വെബ്സൈറ്റിലേക്ക് കയറി ഓൺലൈനിലെ ടിക്കറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയും. അപ്പം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 400 രൂപയാണ് അപ്പർ ഡെക്കിൽ, മേലത്തെ താഴത്തിന് 200 രൂപയാണ്. പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് സുന്ദരമായ ഈ മൂന്നാറിലെ കാഴ്ചയിലേക്ക് പോകും.
യെസ്, റോയൽ വ്യൂ സൈഡ് സീൻ ബസ് അത്യാവശ്യം സൈഡ് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള സാഹചര്യം തരുന്നുണ്ട് കേട്ടോ. പിന്നെ 7 മണിക്ക് പകരം 9 മണി വെച്ചത് വളരെ വളരെ വെയിലും നമുക്കൊരു പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പായിരുന്നു. ആ 7 മണിക്കുള്ള ക്ലൈമറ്റ് നമുക്ക് സത്യം പറഞ്ഞാൽ അനുഗ്രഹം പോലെയായിരുന്നു. പക്ഷെ ഇപ്പോഴും നല്ല വെയിലാണ്, അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അല്ലാതെ ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഇതാണ് മലയക്കള്ളൻ കേവ്, ഇപ്പൊ റോക്ക് കേവ് എന്നൊക്കെ ഒരു പേരിട്ടിട്ട്. ഇതുവഴി പണ്ട് ഗ്യാപ്പ് റോഡൊന്നും വരുന്ന മുമ്പേ ഇതുവഴി പോകുന്ന ആൾക്കാരെ മോഷ്ടിച്ച് ഇവിടെ തങ്ങിയിരുന്ന ഒരു കള്ളന്റെ കേവ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. എത്രമാത്രം സത്യത ഉണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്നുണ്ട് ഒരു സ്ഥലമാണ് മലയക്കള്ളൻ കേവ്. ഇത് തന്നെ മൂന്നാറിനുള്ള സൈഡ് സീനിങ് ബസ്. ഇത് 5 മണിക്ക് തിരിച്ചു വരത്തുള്ളൂ. 300 രൂപ 350 രൂപ റേറ്റ് ഉള്ളൂ. ഇത് ചതുരംഗപ്പാറ വരെ പോകുന്ന സൈഡ് സീനിങ് ബസ്സാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ഫൈനൽ സമാധി എത്തിയിട്ടുണ്ട്. ആനയിറങ്കൽ ഡാം വ്യൂ പോയിന്റ് വരെയാണ് ഈ ബസ്സിന് സൈഡ് സീനിങ് ഉള്ളത്. സാധാ 300 രൂപയുടെ സൈഡ് സീനിങ്ങിൽ സാധാ ബസ്സിൽ 5 മണി വരെ സൈഡ് സീനിങ് കാണാൻ പറ്റും. പക്ഷെ ഇത് വെറൈറ്റി ആയിട്ട് ഡബിൾ ഡക്കറിൽ റോയൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡക്കർ ബസ്സിന്റെ മേളിൽ നിന്നുള്ള ഒരു കാഴ്ച നല്ലതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് 7 മണിക്കാണ് രാവിലെ, അത് മാത്രം മിസ് ചെയ്തു. നല്ല വെയിലാണ് കുറച്ച്, അപ്പം അത് മാത്രം മിസ് ചെയ്തു. ഇനി തിരിച്ച് കണ്ട സ്ഥലമാണ് ഇത്. ഒരുപാട് പ്രാവശ്യം കണ്ടതും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചതുമായ സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ഇതിൻ്റെ ഒരു വൈബ് അറിയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് തിരിച്ചു പോണ വഴിക്ക് നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് മൂന്നാറിന്റെ വൈബൊക്കെ ആസ്വദിച്ച് പോവാം. അപ്പം ബസ്സിൻ്റെ നല്ലൊരു വ്യൂ എടുക്കാൻ വേണ്ടി ദേവികുളം സിഗ്നൽ പോയിന്റ് എന്ന് പറയുന്ന തേയിലത്തോട്ടമുള്ള അടുത്ത് പോയിട്ട് ബസ്സിൻ്റെ കാഴ്ചയൊക്കെ എടുത്തതിന് ശേഷം ഇന്ന് ഞാൻ തിരിച്ചു പോകുന്നത് വന്ന ബസ്സിൽ തന്നെ മിന്നൽ ബസ്സിലാണ് പോകുന്നത്. തിരുവനന്തപുരത്തേക്ക് 8 മണിക്കാണ് ബസ്. അപ്പോൾ ഏകദേശം ഒരു പകൽ ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഞാൻ ഇതുവരെയ്ക്ക് വന്നിട്ടും ഇറങ്ങാത്തൊരു സ്ഥലമായിരുന്നു മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. വളരെ മനോഹരമായിട്ടുള്ള കുറേ പുഷ്പങ്ങളുടെയും കാഴ്ചകൾ, അല്ല ഒരുപാട് പൂക്കളുടെ പുഷ്പങ്ങളുടെ കാഴ്ചയും ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അരുവിയുടെ എന്താ പറയുക ഒരു ആറിന് കരയാണ്. വളരെ മനോഹരമായിട്ടുള്ള ആറൊക്കെയുള്ള വ്യത്യസ്തമായ മൂന്നാറിൻ്റെ വേറൊരു രൂപം കാണാൻ പറ്റും. ഈ ഞാൻ ഒരു ഓട്ടം ബൊട്ടാണിക്കൽ ഗാർഡൻ ഭയങ്കര അടിപൊളിയാണ്, നിങ്ങൾ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതുവരെയും വരാത്ത സ്ഥലമാണ്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ചുമ്മാ ഓട്ടോക്കാരൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ വിചാരിച്ചു. പക്ഷേ അല്ല, നല്ല വളരെ അപൂർവ ഇനം പൂക്കളും സസ്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. മൂന്നാർ എന്ന് പറഞ്ഞാൽ 3 ആറുകൾ ചേരുന്നതാണ്. അതിലൊരു ഫേമസ് ആറ് നമുക്കിവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഒരു ഓളത്തിലാണ് നല്ല അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. കുറച്ച് അത്യാവശ്യം കാലൊക്കെ നനയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ആറാണ്. അതായത് ഈ മൂന്നാർ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു കടവുള്ളത് കാര്യം തന്നെ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അപ്പം ഇതാണ് മൂന്നാറിലെ കാഴ്ചകൾ. അപ്പം ഒരു നൈസ് സൺഡേ ആയിരുന്നു. മൂന്നാറിലെ റോയൽ വ്യൂ തികച്ചൊരു റോയൽ വ്യൂ തന്നെയായിരുന്നു. റോയൽ വ്യൂ സൈഡ് സീനിങ് ഗ്ലാസ് ബസ്സിൽ പോയിട്ട് കാഴ്ചകൾ കാണാനാണ് മാത്രമായിട്ടാണ് ഈ മൂന്നാറിൽ വന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. ഒട്ടും തന്നെ എന്താ പറയുക അധികമായിട്ട് പറയുന്നത് ഒന്നുമല്ല, നല്ല നൈസ് കാഴ്ച തന്നെയാണ്. എപ്പോഴും ഏർലി മോർണിംഗും ഈവനിങ്ങും ആയിരിക്കും കൂടുതൽ എന്താ പറയുക സൗകര്യവും വെയിലും ഉള്ളതായിരിക്കാം. പക്ഷെ ഇന്ന് മൂന്നാറാണ്. മൂന്നാറിൽ ചിലപ്പോൾ
ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് നല്ല തണുപ്പായിരുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ തണുപ്പായിരുന്നു, ഉച്ചയ്ക്കല്ല ചൂടായിരുന്നു. നല്ല ക്ലൈമറ്റ് ഉള്ളൊരു സമയത്താണെങ്കിൽ, മഴയും ക്ലൈമറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ ഗ്ലാസ് ബസ് ഭയങ്കര വൈബായിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരിയായിട്ട് തന്നെ ഇവിടെ 3 റൂട്ടുകളിൽ വേറെ സൈഡ് സീനിങ് ബസ്സുകളുണ്ട്. അതായത് റൂട്ട് 1 എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റേഷനാണ്. ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് വട്ടവട റൂട്ടാണ്. വട്ടവട അതും കഴിഞ്ഞിട്ട് പോകണം. ടോപ്പ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. അത് KSRTC പണ്ട് മുതലേ സ്റ്റാർട്ടിങ് കാലം മുതലേ ഉണ്ട് എന്നുള്ള സൈഡ് സീനിങ് ആണ്. അത് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അത് റൂട്ട് 1 എന്നുള്ള രീതിയിൽ കുണ്ടള, മാട്ടുപ്പെട്ടി ഡാമുകളൊക്കെ കണ്ട് എക്കോ പോയിന്റൊക്കെ കണ്ടതിന് ശേഷം ടോപ്പ് സ്റ്റേഷനിൽ പോകുന്ന ഒരു യാത്ര. അതുണ്ട്. അത് സൈഡ് സീനിങ്ങിന് 300 രൂപയാണ്. റേറ്റ് മാറുമോ എന്നൊന്നും അറിയില്ല. അത് സാധാരണ നമ്മുടെ ബസ്സിലാണ് പോകുന്നത്. അത് കഴിഞ്ഞ് റൂട്ട് 2 ഉണ്ട്. റൂട്ട് 2 എന്ന് പറയുന്നത് കാന്തല്ലൂർ, മറയൂർ, ശർക്കരയും കരിമ്പും തോട്ടങ്ങളും ചന്ദന മരങ്ങളൊക്കെ കാണാവുന്ന, അവിടെ പോയിട്ട് ജീപ്പ് സഫാരിയിലൊക്കെ പോയിട്ട് മുരുകൻ മലയുടെ മേളിലൊക്കെ കയറി പഴയ പ്രാചീനമായിട്ടുള്ള എന്താ ഈ ബുദ്ധിസ്റ്റുകളുടെ കുറേ അവശേഷിപ്പുകളൊക്കെ കാണാവുന്ന കാന്തല്ലൂർ വളരെ നല്ലൊരു യാത്രയാണ്. അത് കഴിഞ്ഞ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോയ റൂട്ട് തന്നെയാണ്. അതായത് ഏകദേശം പോകുന്നത് ചതുരംഗപ്പാറ വരെ പോകും. ചതുരംഗപ്പാറ എന്ന് വെച്ചാൽ ഗേപ്പ് റോഡ് വഴി കയറി ആനയിറങ്കൽ ഡാമും, ചതുരംഗപ്പാറ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത ഒരു സൈഡാണ്. അങ്ങനെ 3 റൂട്ടുകളിൽ KSRTC വേറെ സൈഡ് സീനിങ് ബസ് നടത്തുന്നുണ്ട്. അത് പോരാതെ തന്നെ ഈ റോയൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ആനയിറങ്കൽ ഭാഗത്തേക്ക് നല്ല കൊച്ചി ടു ധനുഷ്കോടി ദേശീയപാതയാണ്. നല്ല വീതിയുള്ളൊരു പ്രദേശമാണ്. മൊത്തത്തിൽ കൊച്ചി തൊട്ട് ധനുഷ്കോടി വരെ അത് ഒന്നാകാൻ പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു കുറച്ചുകൂടെ പണി നടക്കുകയാണ്. അടിമാലി തൊട്ട് മൂന്നാർ വരെ റോഡ് വൈഡനിങ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് തരാവുന്ന ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് ഈ പകലിവിടെ സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പറയാൻ കഴിയുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ KSRTC സൈഡ് സീനിങ് ബസ്സുകൾ കൂടുതലായിട്ട് വരാൻ പോകുന്നുണ്ട്. ഗ്ലാസ് ബസ് അല്ലെങ്കിൽ അപ്പർ ഡെക്കുള്ള ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ 3 വരുമെന്ന് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനിപ്പോൾ 2 ഓട്ടോ കയറിയ ദിവസം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ സംസാരിക്കാൻ കഴിയുന്നത്. പിന്നെ കുറച്ചൊരു വാശി ഇവിടുത്തെ ജനങ്ങളുടെ അടുത്ത് RTO ഒക്കെ അല്ലെങ്കിൽ MVD കാണിക്കുന്നുണ്ട്. അത് സത്യം പറയാലോ, ഇവർ കുറച്ച് കർഷകരാണ്. അവർ മല കയറാനും കുന്ന് കയറാനൊക്കെ യൂസ് ചെയ്യുന്ന ജീപ്പിന് ചിലപ്പോൾ ഫിറ്റ്നസ് കണ്ടില്ലെന്ന് വരാം. പക്ഷേ അവർ ഒരു കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞിട്ട് അവർ വളരെ മൃഗീയമായിട്ട് ദ്രോഹിക്കുന്നതും ശരിയല്ലാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും ജീവിക്കണ്ടേ. എന്നാലും KSRTC കുറച്ചുകൂടിയൊക്കെ മുഖം മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടുത്തെ സ്റ്റേഷനും അങ്ങനെ കാര്യങ്ങളും മുഖം മിനുക്കുന്നില്ല. ഇവിടുത്തെ കാശിനൊക്കെ കൂടുന്നുള്ള കാര്യം അത് ഇന്ത്യനിൽ ഇവിടുത്തെ കണ്ടക്ടർമാരും ഡ്രൈവർമാരൊക്കെ സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഈ സൈഡ് സീനിങ് ബസ്സിൻ്റെ റേറ്റ് 400 രൂപയാണ്. KSRTC വെബ്സൈറ്റിലും എൻ്റെ KSRTC നിയോ ആപ്പിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. റോയൽ വ്യൂ, മൂന്നാർ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിൻഡോ സീറ്റ് എടുത്ത്, അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി സീറ്റ്, ഏറ്റവും മുമ്പിലത്തെ 4 സീറ്റുകളാണ്. അടിപൊളി സീറ്റാണ്. ഫുള്ള് ഗ്ലാസ്സാണ്. ഒരു നല്ല ക്ലിയറുള്ള ഗ്ലാസ്സാണ്. നമ്മളെ തിരുവനന്തപുരത്ത് അങ്ങനെ അത്രയൊരു നല്ല സീറ്റിംഗ് പൊസിഷൻ അല്ല. അതുകൊണ്ട് ഞാൻ 2ാമത്തെ റോയിൽ വലതുവശമാണ് എടുത്തത്. പക്ഷെ ഇത് നല്ല അടിപൊളിയാണ്. നല്ല വ്യൂ ആണ് കേട്ടോ. ഏത് സീറ്റ് ഇരുന്നാലും നല്ല വ്യൂ ആണ്, നല്ലൊരു വൈബാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തി എന്നെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിക്കണം. അപ്പം അടുത്തൊരു നല്ലൊരു സീനിക് വ്യൂമായി കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിങ് ഓഫ്.